2023 ഇന്ത്യൻ വിപണിയിൽ ബുൾസ് അരങ്ങു തകർത്തു എന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് ഈ ബുൾ റണ്ണിൽ പങ്കുചേരാൻ സാധിച്ചു? ബസ് മിസ് ചെയ്ത ഒരാൾക്ക് പറയാവുന്ന പോലെ ഒത്തിരി കാര്യങ്ങളുണ്ടാകും ഈ റാലി മിസ് ചെയ്ത ഓരോ നിക്ഷേപകനും പറയാൻ. എന്നാൽ വിപണിയുടെ നേട്ടത്തിൽ പങ്കാളിയാകാൻ ഏറ്റവും ഈസിയായ മാർഗം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള പ്രധാന കാരണമായി എല്ലാവരും പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ് ആണ്. എന്നാൽ എന്തിനു വേണ്ടി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ചോദ്യത്തിന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് പറയാം. സ്റ്റോക്ക് നിക്ഷേപത്തിന് വളരെയധികം അറിവും അനുഭവവും ആവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് സ്റ്റോക്ക് സെലക്ഷന്റെ ബേസിക് ഫണ്ടമെന്റലിനെ പറ്റിയുള്ള മതിയായ അറിവില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിലൂടെ ഒരു എക്സ്പേർട്ട് പ്രൊഫഷണൽ ഫണ്ട് മാനേജറുടെയും അദ്ദേഹത്തിന്റെ ഡെഡിക്കേറ്റഡ് ടീമിന്റെയും സേവനമാണ് ലഭിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് വളരെ വ്യക്തമായും കൃത്യമായും അനാലിസിസ് ചെയ്യാൻ അറിയാം എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ അതിനുള്ള സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ ആശ്രയിക്കാം. മ്യൂച്വൽ ഫണ്ടുകളുടെ അടുത്ത പ്രധാന സവിശേഷത ചെറിയ തുക ഉപയോഗിച്ച് നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാം എന്നതാണ്. നിഫ്റ്റി 50യിൽ ഒരു ഓഹരി പോലും 100 രൂപയിൽ താഴെ ട്രേഡ് ചെയ്യുന്നില്ല. എന്നാൽ വെറും 100 രൂപ ഉപയോഗിച്ച് ഒരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചാൽ ഏതൊരു സാധാരണക്കാരനും നിഫ്റ്റിയിലെ മുഴുവൻ ഓഹരികളുടെയും നേട്ടത്തിൽ പങ്കാളികളാകാം. ഇനി നമ്മൾക്ക് 2024 മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് പരിശോധിക്കാം. അത് വളരെ സിമ്പിൾ അല്ലേ? ഒരു ലാർജ് ക്യാപ്, ഒരു മിഡ് ക്യാപ്, പിന്നെ ഒരു സ്മോൾ ക്യാപ് ഫണ്ടുകൾ സെലക്ട് ചെയ്താൽ പോരെ? മതിയല്ലോ. എന്നാൽ ഇന്ത്യയിൽ 44 AMCകളുണ്ട്. വിപണിയിൽ ഈ കമ്പനികൾ നൽകുന്ന ഏകദേശം 2500ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ഇതിൽ ഏതാണ് അനുയോജ്യമായത് എന്ന് എങ്ങനെ തിരഞ്ഞെടുക്കും? അതിന് പല ആളുകളും ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ്. ഗൂഗിളിൽ കയറി ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട് എന്ന് സെർച്ച് ചെയ്യും. എന്നാൽ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് ഒരിക്കലും മുന്നോട്ടുള്ള പെർഫോമൻസിന് ഒരു ഉറപ്പും തരുന്നില്ല എന്നതാണ് സത്യം. ഉദാഹരണമായി ഒട്ടുമിക്ക മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും കഴിഞ്ഞ ഒരു വർഷത്തിൽ മികച്ച റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുക? ഇവിടെയാണ് മൈഫിൻ റിസർച്ച് ടീം നിങ്ങൾക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പറയുന്ന ഓരോ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തപ്പോഴും അതിന്റെ കഴിഞ്ഞകാല റിട്ടേണിൽ മാത്രമല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ് വായിച്ച് അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് കൂടി മനസ്സിലാക്കിയിട്ടാണ് പെർഫോമൻസ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഫണ്ടിന്റെ റിസ്ക് അളക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ബീറ്റ തുടങ്ങിയ പാരാമീറ്ററുകളും അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫണ്ട് മാനേജറുടെ പ്രകടനം വിലയിരുത്തുന്നതിനുള്ള വിവിധ റിസ്ക് റിവാർഡ് അനുപാതങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. ഒരു ഫണ്ട് മാനേജർ അഡീഷണലായി എടുക്കുന്ന ഓരോ യൂണിറ്റ് റിസ്കിനും ആനുപാതികമായി റിട്ടേൺ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഷാർപ്പ് റേഷ്യോ, ട്രൈനർ റേഷ്യോ, ജെൻസൺസ് ആൽഫ തുടങ്ങിയ പാരാമീറ്ററുകൾ മനസ്സിലാക്കി തരുന്നത്. ഈ റേഷ്യോകൾ ഉയർന്നിരിക്കുന്നതാണ് ഒരു മ്യൂച്വൽ ഫണ്ടിന് നല്ലതെന്ന് മാത്രം ഈ അവസരത്തിൽ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ലിസ്റ്റ് പരിശോധിക്കാം. അതിനു മുമ്പേ പറയട്ടെ, ഇവിടെ പറയുന്ന ഒരു സ്കീം പോലും സ്പോൺസേർഡ് അല്ല. ഞങ്ങളുടെ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഓരോ കാറ്റഗറിയിലെയും ബെസ്റ്റ് ഫണ്ടുകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ ലാർജ് ക്യാപ് ഫണ്ട് പരിശോധിക്കാം. ലാർജ് ക്യാപ്പിലേക്ക് വരുമ്പോൾ ആദ്യ പരിഗണന കുറഞ്ഞ റിസ്കിനാണ് നൽകിയിരിക്കുന്നത്. കാരണം ലാർജ് ക്യാപ് ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ റിസ്ക് കുറയ്ക്കുക എന്നതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന ഫണ്ടിന് പിറകെ പോവുകയാണെങ്കിൽ അതിന് ആനുപാതികമായി റിസ്ക് കൂടും. അതുകൊണ്ട് തന്നെ ഈ കാറ്റഗറിയിലെ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനായി സേഫ്റ്റിയും ലോ കോസ്റ്റിനുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ ആക്റ്റീവ് ഫണ്ടുകളേക്കാൾ നല്ലത് പാസീവായി സൂചികകളെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകളാണ്. അതുമാത്രമല്ല 75% ആക്റ്റീവ് ഫണ്ടുകളും ബെഞ്ച്മാർക്ക് സൂചികളെ ഔട്ട് പെർഫോം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇൻഡെക്സ് ഫണ്ടുകളിൽ ഒരു ഫണ്ട് മാനേജറുടെ റോൾ വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് ഫണ്ടുകൾ പരിഗണിക്കുമ്പോൾ പരിശോധിക്കേണ്ട പ്രധാന പാരാമീറ്റർ ട്രാക്കിംഗ് എറർ ആണ്. ബെഞ്ച്മാർക്ക് സൂചികയുടെ നേട്ടത്തെ പിന്തുടരുന്നതിൽ
ഫണ്ട് മാനേജർ എത്രത്തോളം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ട്രാക്കിംഗ് എറർ സൂചിപ്പിക്കുന്നത്. ഇത് എത്ര കുറയുന്നുവോ അത്രയും നല്ലതാണെന്ന് ചുരുക്കം. ഇത്തരം അനാലിസിസുകളിലൂടെ സെലക്ട് ചെയ്ത ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ് SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട്. ട്രാക്കിംഗ് എറർ നോക്കുമ്പോൾ HDFC SBI ഇൻഡെക്സ് ഫണ്ടുകൾക്ക് 0.10% കുറഞ്ഞ ട്രാക്കിംഗ് എററാണ് ഉള്ളത്. എങ്കിലും എക്സ്പെൻസ് റേഷ്യോ പരിശോധിക്കുമ്പോൾ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ കാണുന്നത് SBIയുടെ ഇൻഡെക്സ് ഫണ്ടിലാണ്. ഉയർന്ന ഷാർപ്പ് ട്രെയിനർ റേഷ്യോകളും ഫണ്ടിനെ മികവുറ്റതാക്കുന്നു. ഇനി മിഡ് ക്യാപ് ഫണ്ടിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ ആസ്തിയുടെ 65% മിഡ് ക്യാപ് കമ്പനികളുടെ ഓഹരികളിലാണ് നിക്ഷേപിക്കുന്നത്. സെബിയുടെ നിർദ്ദേശപ്രകാരമാണിത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിൽ 101 മുതൽ 250 വരെയുള്ള കമ്പനികളെയാണ് മിഡ് ക്യാപ്പായി കണക്കാക്കാവുന്നത്. അതായത് മികച്ച 100 കമ്പനികൾക്കപ്പുറമുള്ള അടുത്ത 150 കമ്പനികൾ. അതുതന്നെയാണ് ഈ കമ്പനികളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യലും. മിഡ് ക്യാപ് ഫണ്ടുകളെ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വെറും 5 ഫണ്ടുകൾക്ക് മാത്രമാണ് ബെഞ്ച്മാർക്ക് ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത് എന്നാണ്. ഇതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ടാണ്. ഈ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഫണ്ട് മാനേജറുടെ ഔട്ട് പെർഫോമൻസിനെ സൂചിപ്പിക്കുന്ന ജെൻസെൻസ് ആൽഫ കഴിഞ്ഞ 3 വർഷമായി 10.02 എന്ന ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. ഫണ്ടിന്റെ റിസ്കിനെ അളക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ബീറ്റയും മറ്റു ഫണ്ടുകളെക്കാളും കുറഞ്ഞതുമാണ്. ഒപ്പം ബെഞ്ച്മാർക്ക് സൂചികയെ മറികടക്കാൻ സാധിച്ചപ്പോൾ പോലും ആസ്തിയുടെ വെറും 1.70% മാത്രമാണ് സ്മോൾ ക്യാപ് ഓഹരികളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇത് ഫണ്ടിന്റെ റിസ്ക് ഫാക്ടറിനെ കുറയ്ക്കുന്നു. അതുകൂടാതെ ഫണ്ടിന്റെ 20% ആസ്തികളും നിക്ഷേപിച്ചിരിക്കുന്നത് IT മേഖലയിലാണ്. 2024 ഒരു റേറ്റ് കട്ട് സൈക്കിൾ ആരംഭിക്കുമ്പോൾ IT മേഖല തിരിച്ചുവരവ് നടത്തിയാൽ ഫണ്ട് പെർഫോമൻസ് വീണ്ടും ഉയരാം. ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ് 250 സൂചികയിലേക്ക് വരുമ്പോൾ ഈ ഒരു വർഷത്തിൽ 45% റിട്ടേൺ നൽകിക്കൊണ്ട് മറ്റെല്ലാ ബെഞ്ച്മാർക്ക് സൂചികളെയും ഔട്ട് പെർഫോം ചെയ്യുന്നതാണ് കണ്ടത്. ഈ നേട്ടം പല ഓഹരികളെയും ഓവർ വാല്യൂഡും ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കാണ് സ്മോൾ ക്യാപ് ഫണ്ടുകൾ അനുയോജ്യം. 8 സ്മോൾ ക്യാപ് ഫണ്ടുകൾക്കാണ് ബെഞ്ച്മാർക്ക് സൂചികയെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത്. ഇതിൽ കോൺ സ്മോൾ ക്യാപ് ഫണ്ടും നിപ്പോൺ ഇന്ത്യ ഫണ്ടും റിട്ടേണിന്റെ കാര്യത്തിൽ ഒരേപോലെ മുന്നിട്ട് നിന്നു. എന്നാൽ റിസ്കിനെ സൂചിപ്പിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ബീറ്റയും കോൺ സ്മോൾ ക്യാപ് ഫണ്ടിന് ഉയർന്നു നിൽക്കുന്നതായാണ് കാണാൻ സാധിച്ചത്. അതിനാൽ തന്നെ സ്മോൾ ക്യാപ് ലിസ്റ്റിൽ ആദ്യം ഇടം നേടിയത് നിപ്പോൺ സ്മോൾ ക്യാപ് ഫണ്ടാണ്. കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി ബെഞ്ച്മാർക്ക് സൂചികയുടെ നേട്ടത്തെ മറികടക്കാൻ നിപ്പോൺ സ്മോൾ ക്യാപ് ഫണ്ടിന് സാധിച്ചിട്ടുണ്ട് എന്നതും ഈ ഫണ്ടിന്റെ മികവ് കൂട്ടുന്നു. ഫണ്ടിന്റെ ആസ്തിയുടെ 20% നിക്ഷേപിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ഗുഡ്സിലാണ്. ഈ ഫണ്ടിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു കാര്യം ഒരു സ്മോൾ ക്യാപ് ഫണ്ടായിട്ട് പോലും ആസ്തിയുടെ 12.66% ലാർജ് ക്യാപ് ഓഹരികളിലും 14.37% മിഡ് ക്യാപ് ഓഹരികളിലും നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ടുകളെയാണ്. എങ്കിലും നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ നിർദ്ദേശം തീർച്ചയായും തേടുക. സുരക്ഷിതമായ ഭാവിയിലേക്കുള്ള സമ്പത്ത് സൃഷ്ടിക്കുക എന്നത് ഏതൊരു നിക്ഷേപകന്റെയും സ്വപ്നമാണ്. എന്നിരുന്നാലും മതിയായ അറിവും സമയവുമില്ലാത്തതിനാൽ പലർക്കും അതിന് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം. ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് വിവിധ നിക്ഷേപ മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ലളിതവും പ്രായോഗികമായ ഒന്ന് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തന്നെയാണ്. 2024 എല്ലാവർക്കും മികച്ച ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും വിപണിയുടെ നേട്ടത്തിൽ പങ്കാളികളാകാനും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു.